മുത്തശ്ശി കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഗുരുവായൂരപ്പന് ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ കഴിഞ്ഞ പൂയം നാളിൽ ഉത്സവം കൊടിയേറി. ഇപ്പോൾ ഇനി 10 ദിവസം അവിടെ മഹോത്സവം നടക്കുകയാണ്. ഈ സമയത്ത് അവിടെ പോയി ഭഗവാനെ കാണാൻ സാധിക്കുന്നവർക്ക് മഹാഭാഗ്യമാണ്. ഇന്ദ്രപ്രസ്ഥത്തിൽ രാജസൂയം നടന്ന പോലെയാണത്രേ ഗുരുവായൂർ ഉത്സവം. അത് നമുക്കിങ്ങനെ മനസ്സിൽ കാണാം അല്ലേ. പോവാൻ സാധിക്കുന്നവർ എങ്ങനെയായാലും പോയി ഒന്ന് തൊഴുതു പോന്നാൽ എത്രയും നല്ലതാണ്. ഈ സമയത്ത് നമുക്ക് ഭഗവാന്റെ ആറാട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കഥ ഓർമ്മിക്കാം. തമ്പ്രാൻ പടിക്കൽ കിട്ട എന്ന് പറഞ്ഞിട്ട് ഒരു ഹരിജൻ സമുദായത്തിൽപ്പെട്ട ഒരു ആളുണ്ടായിരുന്നു, കിട്ട. ഹരിജനം എന്ന് പറഞ്ഞാൽ ഹരിയുടെ ബന്ധു ആണ്, അങ്ങനെ വിചാരിക്കാം. ഹരിജനം എന്ന് പറഞ്ഞാൽ ഹരിക്ക് എത്രയും വേണ്ടപ്പെട്ടവർ, അങ്ങനെയും ഒരർത്ഥം എടുക്കാം അല്ലേ. അത് ബോധ്യപ്പെടുത്തുന്ന ഒരു കഥയാണിത്. ഈ കിട്ട പുന്നത്തൂർ ഉള്ളൊരു തമ്പുരാൻ്റെ തെങ്ങുകയറ്റ തൊഴിലാളിയായിരുന്നു എന്നാണ് പറയുന്നത്. തെങ്ങുകയറ്റ തൊഴിലാളിയാണെന്നും പറയണു. പിന്നെ അവിടെ ആ പരിസരത്തൊക്കെ ചെത്ത് തൊഴിലാളിയായിട്ട് നടന്നിരുന്ന ആളാണ് എന്നും പറയുന്നുണ്ട്. ഈ പുന്നത്തൂർ തമ്പുരാൻ്റെ തോട്ടത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു 2 സെൻറ്റിൽ ഒരു സ്ഥലം അദ്ദേഹം അവന് ഒരു മാടം കെട്ടാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ചെറിയ മാടം വെച്ച് കെട്ടി അവൻ്റെ ഭാര്യയും മക്കളും 7 മക്കൾ ആയിട്ടങ്ങനെ കഴിയാണ്. പരമദരിദ്രനാണ്. അന്നന്ന് അധ്വാനിച്ചാൽ അന്നന്നത്തേക്കുള്ള ഭക്ഷണത്തിനുള്ളത് കിട്ടും. ഈ 7 2 9 പേർക്കുള്ളത്. സ്വന്തമായിട്ട് എന്തെങ്കിലും ഈ ലോകത്തുണ്ടെങ്കിൽ അത് ആ ഓലപ്പുരയും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ആ 2 സെൻറ്റ് സ്ഥലവും ആണ് ആ കിട്ടയ്ക്കുണ്ടായിരുന്നത്. അതിൽ ആ 2 സെൻറ്റ് സ്ഥലത്ത് ഒരു മൂലയ്ക്കായിട്ട് ഒരു തെങ്ങ് നട്ട് വളർത്തിയിരുന്നു. അതുപോലെ ഓരോ മൂലയ്ക്കായിട്ട് മാവും പ്ലാവും പറ്റുന്ന പോലെ സ്ഥലമുള്ളതുപോലെ നട്ട് വളർത്തിയിരുന്നു. അതിൻ്റെ കൂടെ ഒരു തെങ്ങും വെച്ചിരുന്നു. ഇതിനെയൊന്നും നോക്കാനുള്ള സമയമൊന്നും കിട്ടയ്ക്ക് കിട്ടാറില്ല. 7 മക്കളെയും ഭാര്യയും പട്ടിണിക്കിടാതെ പോറ്റണ്ടേ. ആ ഒരു ബദ്ധപ്പാടിൽ മറ്റൊന്നിനും ഈ കിട്ടയ്ക്ക് സമയം കിട്ടാറില്ല. അവരെ പട്ടിണിക്കിടരുത് എന്ന് ഒരൊറ്റ ചിന്തയും കിട്ടയ്ക്കുണ്ടായിരുന്നുള്ളൂ. അതിന് ഗുരുവായൂരപ്പനല്ലാതെ വേറെ ഒരാളും തുണയില്ല എന്ന് കിട്ടയ്ക്കും പരിപൂർണ വിശ്വാസമായിരുന്നു. അന്നന്നത്തെ അന്നം കിട്ടുന്നത് ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ടാണ് എന്നാണ് കിട്ട പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരുന്നത്. ഇങ്ങനെ കഴിഞ്ഞു കൂടുകയാണ്. ഗുരുവായൂരപ്പന് എന്നും രാവിലെ പണിക്ക് പോകുമ്പം ഒരു ഗുരുവായൂരപ്പൻ്റെ ചിത്രമുണ്ട്. അതിൻ്റെ മുമ്പിൽ ഒരു വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചിട്ടേ ജലപാനം പോലും നടത്തിയിരുന്നുള്ളൂ കിട്ട. അത്രയും വിശ്വാസമായിരുന്നു ഗുരുവായൂരപ്പന്. കിട്ട ആകെ പ്രാർത്ഥിച്ചിരുന്നത് ആ ഒരു സമയത്താണ്. ഭഗവാനെ, ഇന്നത്തേക്കുള്ള ഭക്ഷണം എങ്ങനെയെങ്കിലും കിട്ടണേ എന്ന ഒരൊറ്റ പ്രാർത്ഥന. എന്നെ കഷ്ടപ്പെടുത്തരുതേ, പട്ടിണി ആവരുതേ എന്നൊക്കെ, അങ്ങനെ ഒരു പ്രാർത്ഥനയാണ് കിട്ടയ്ക്ക് ഈ ഗുരുവായൂരപ്പനോട് ഉണ്ടായിരുന്നത്. അങ്ങനെ മറ്റുള്ള പ്രാർത്ഥന, അതുപോലെ പൂജ, അങ്ങനെയുള്ളതൊന്നും ചെയ്യാൻ കിട്ടയ്ക്ക് അറിയാനും വരിക, അതിനുള്ള സമയവും ഇല്ല. ആധിം വ്യാധി ഉണ്ടാവല്ലേ എന്ന് മാത്രമാണ് കിട്ടയ്ക്ക്
ഭഗവാനോടുള്ള പ്രാർത്ഥന. ആധി എന്ന് വെച്ചാൽ എന്താണ്? ആധിയേക്കാൾ വലിയ വ്യാധിയില്ല എന്നൊരു ചൊല്ലുണ്ട്. ആധി എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഇല്ലാതെ ഇരിക്കുന്നതാണ് വല്ലാത്ത ആധി. അതുപോലെ മഹാരോഗങ്ങൾ, ഇത് രണ്ടും ഉണ്ടാവരുതേ, ആധിയും വ്യാധിയും ഉണ്ടാവാതെ കാത്തോളണേ എന്ന് മാത്രമാണ് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചിരുന്നത്. അപ്പം അതുപോലെ ആ കൊല്ലവും കുംഭമാസത്തിലെ പോയ നക്ഷത്രത്തിലെ ഗുരുവായൂർ ഉത്സവം കൊടിയേറി. കിട്ടയെ പോലെ ഇതുപോലെ അധകൃത വർഗത്തിൽപ്പെട്ടവർക്കൊന്നും ഗുരുവായൂരപ്പൻ്റെ ഉത്സവം മതിൽക്കകത്ത് പ്രവേശിച്ചിട്ട് കാണാൻ പറ്റാറില്ല. എന്നുവെച്ചാൽ അവർക്ക് അങ്ങോട്ട് കയറാനുള്ള ആ അമ്പലത്തിൻ്റെ എത്രയോ ദൂരത്ത് നിൽക്കാനേ പാടുള്ളൂ എന്നൊക്കെ പണ്ടുള്ള കാരണവന്മാരൊരു നിബന്ധന വെച്ചിരുന്നു. അത് മറികടക്കാൻ പാടില്ല. അപ്പോൾ ഈ ഉത്സവമൊന്നും അമ്പലത്തിൽ പോയി അങ്ങനെ കാണാനൊന്നും പറ്റാറില്ല. എന്നാലും കിട്ടയും ഭാര്യയും മക്കളും കൂടി ആ മഞ്ചളാലിൻ്റെ അവിടെ പോയി നിന്നിട്ട് ആനയോട്ട മത്സരവും ഒക്കെ കാണും. ആനയോട്ടത്തിൻ്റെ ഇടയിൽ ഗുരുവായൂരപ്പൻ നമ്മുടെ കിട്ടയെ കണ്ടിട്ടുണ്ടാവാനാണ് സാധ്യത. കിട്ടയെ കണ്ടപ്പോൾ ഭഗവാന് പണ്ടത്തെ കുചേലനെ ഓർമ്മ വന്നു, അതും അറിയില്ല. അങ്ങനെ കുചേലൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഭഗവാനെ കാണാനെത്തിയത് അല്ലേ? അങ്ങനെ തമ്പറാമ്പടിക്കലെ കിട്ടയെ ഗുരുവായൂരപ്പൻ അങ്ങനെ കണ്ടുവച്ചിരുന്നു ആ ഒരു ഉത്സവകാലത്ത്. ഉത്സവകാലമായതുകൊണ്ട് ചുറ്റുപാടുമുള്ളവരുടെ ഈ ഐശ്വര്യം, അവരുടെ സന്തോഷം, ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പൻ ശ്രീകോവിലിൽ നിന്ന് പുറത്തിറങ്ങുമല്ലോ. അങ്ങനെ ഇപ്പം നമ്മൾക്ക് ഓൺലൈനിൽ കാണാൻ പറ്റും ഗുരുവായൂരപ്പൻ്റെ പഴുക്കാമണ്ഡപത്തിൽ ഗുരുവായൂരപ്പനെ വെച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ഓൺലൈനിൽ ലൈവായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ അവിടുത്തെ മേളം, മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെ പരിപാടികളൊക്കെ ഇപ്പോൾ കാണിക്കുന്നുണ്ട് ലൈവായിട്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് ഗുരുവായൂർ ദേവസ്വം എന്ന് സെർച്ച് ചെയ്താൽ ലൈവായിട്ട് കാണാൻ പറ്റും കേട്ടോ. നമുക്ക് അവിടെ പോയി കാണാനും തൊഴാനും സാധിക്കാത്തവർക്ക് ഇവിടെ ഇരുന്നെങ്കിലും അങ്ങനെയൊക്കെ കാണാം. അങ്ങനെ ഒരു സൗകര്യം ഇപ്പോൾ നമുക്കുണ്ട്. എന്നും മനുഷ്യരുടെ ക്ഷേമം അന്വേഷിക്കുന്ന ഭഗവാൻ അകത്തിരുന്നിട്ടാണ് അന്വേഷിക്കാറ്. അകത്തിരുന്ന് എല്ലാം അറിയുന്ന ആളാണ് ഗുരുവായൂരപ്പൻ. ഈ ഉത്സവകാലത്ത് ഭഗവാൻ പുറത്തേക്ക് ഇറങ്ങും. എല്ലാവരെയും ഒന്ന് നേരിട്ട് കാണാം, എന്തൊക്കെയാണ് അവരുടെ സങ്കടം എന്ന് അറിയാം. അതൊക്കെ വിചാരിച്ചിട്ടാണ് ഈ കൊല്ലത്തിലൊരു ദിവസമെങ്കിലും പുറത്തേക്ക് ഇറങ്ങുന്നത്. ഗുരുവായൂരപ്പൻ പല പല വേഷങ്ങൾ കെട്ടിയിട്ടുള്ള ആളാണ്, നമുക്കറിയില്ലേ. അപ്പം ഈ ഗുരുവായൂർ ഉത്സവത്തിനോടനുബന്ധിച്ച് പള്ളിവേട്ട നടക്കും. 9-ാം ദിവസമാണ് പള്ളിവേട്ട. ഗുരുവായൂരപ്പൻ ഈ കിട്ട താമസിക്കുന്നത് ആളൂർ അംശത്തിലാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ആളൂർ അംശം വേറെ ഏതെങ്കിലും പേരിലാണോ അറിയപ്പെടുന്നത് എന്നറിയില്ല. ആളൂർ അംശത്തിലാണത്രേ അന്നത്തെ ആ ചാട്ടുകുളം എന്ന് പറയുന്ന സ്ഥലം ഉണ്ടായിരുന്നത്. പള്ളിവേട്ടയ്ക്ക് ബ്രഹ്മസ്വമഠം വരെ മാത്രമേ പോകാൻ അനുമതി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വേട്ട കഴിഞ്ഞ് മണ്ഡപത്തിൽ ഗുരുവായൂരപ്പൻ പള്ളിക്കുറുപ്പ് കൊള്ളും. അത് നമ്മൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ഇന്നും ഈ ആചാരം അന്നത്തെ പോലെ തന്നെ ഗുരുവായൂർ അനുഷ്ഠിച്ചു വരുന്നുണ്ട്. പള്ളിവേട്ട കഴിഞ്ഞ് അകത്തേക്ക് വിഗ്രഹം എഴുന്നള്ളിച്ച ശേഷം ഭഗവാനെ ആവാഹിച്ചു കൊണ്ടുവന്ന് മുഖമണ്ഡപത്തിൽ കിടത്തും. അതുപോലെ നല്ല കോടി വസ്ത്രം കൊണ്ട് ഭഗവാന്റെ വിഗ്രഹം പുതപ്പിച്ച് ഗുരുവായൂരപ്പന് ചുറ്റും കാവൽ നിൽക്കും പ്രവർത്തിക്കാർ. കുംഭമാസത്തിൽ ഈ ഭയങ്കര ചൂടല്ലേ, ശിവരാത്രി കഴിഞ്ഞാൽ പിന്നെ ചൂടോട് ചൂടാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ വിചാരിച്ചിട്ടുണ്ടാവും ഈ ശ്രീകോവിലിൻ്റെ ഉള്ളിലെ ചൂട് സഹിക്കാൻ വയ്യ, അതുകൊണ്ട് പുറത്ത് കിടക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ.
അങ്ങനെ ഗുരുവായൂരപ്പന് ഒരാൾ കാവൽ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തൊക്കെ തരികിടയുണ്ട് ഗുരുവായൂരപ്പൻ്റെ കയ്യിൽ. ഗുരുവായൂരപ്പനെ ഉറങ്ങാൻ കിടത്തിയിട്ട് മണിയുടെ നാക്ക് പോലും പിടിച്ച് കെട്ടൂത്രേ. അവിടെ മണി അടിക്കുമല്ലോ, ആ മണിയുടെ നാക്ക് പോലും പിടിച്ച് കെട്ടും. അബദ്ധത്തിൽ കാറ്റ് വന്നിട്ട് പോലും അത് അടിക്കാതിരിക്കാൻ. അപ്പോൾ അത്രയും നിശബ്ദമായിരിക്കും ഈ പള്ളിവേട്ട കഴിഞ്ഞുള്ള ആ രാത്രിയിൽ, 8-ാം ദിവസം 9-ാം ദിവസം രാത്രി. അങ്ങനെ അന്ന് 3 മണിക്കൊന്നും നട തുറക്കില്ല, അകച്ചാർത്ത് അതൊന്നും ഉണ്ടാവില്ല. ഒരു 5:30-6 മണിയോട് കൂടിയാണത്രേ നട തുറക്കുക. അതും ഗുരുവായൂരപ്പന് കാണാൻ വേണ്ടി ഒരു പശുക്കുട്ടിയെ അവിടെ നടക്കൽ കൊണ്ടുവന്നിട്ടാണ് ആ പശുക്കുട്ടിയെയാണ് ഗുരുവായൂരപ്പൻ കണി കാണുക. അങ്ങനെ പറയുന്നു. ഇപ്പോഴും അതുതന്നെയാണ്, അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ഗുരുവായൂർ അമ്പലത്തിലെ ആചാരങ്ങൾക്കൊന്നും ഒരു വ്യത്യാസവും അന്നുമില്ല ഇന്നുമില്ല. എല്ലാം കൃത്യമായിട്ട് നടക്കണ ഒരു സ്ഥലമാണത്. ഈ സംഭവം നടക്കുന്ന ആ ദിവസം, ആ രാത്രിയിൽ, ആ ഉത്സവക്കാലത്ത് ഭഗവാൻ വിചാരിച്ചു ഈ കിട്ടയുടെ വീട്ടിലൊന്ന് പോയി നോക്കാം എന്ന് കിടക്കുമ്പം വിചാരിച്ചിരിക്കണം. ഭഗവാൻ ഒരു ദേഹണ്ണക്കാരൻ്റെ വേഷം കെട്ടി, തലയിൽ ഒരു കൊട്ട ചോറും അതിനു വേണ്ട കറികളും പായസവും എല്ലാം ആയിട്ട് നടന്നു കിട്ടയുടെ വീട്ടിലേക്ക്. ഒരു ദേഹണ്ണക്കാരൻ്റെ വേഷം കെട്ടി, അല്ലെങ്കിൽ ഒരു ശാന്തിക്കാരൻ്റെ വേഷമോ ഏതായാലും ഒരു നമ്പൂരിയുടെ വേഷം കെട്ടി. അങ്ങനെ ഈ ചോറും കറികളും ഒക്കെ ആയിട്ട് കിട്ടയുടെ വീട്ടിലേക്ക് പോയി. ഇന്നോളം ഈ കിട്ട ഗുരുവായൂരമ്പലത്തിൽ എന്താ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, അങ്ങനെ അവിടെ സദ്യ കൊടുക്കുന്നുണ്ട്, ഇന്ന പോലെയൊക്കെ ഉണ്ട് എന്നുള്ള കേട്ടുകേൾവി അല്ലാണ്ട് കിട്ട ഇന്നോളം അവിടുത്തെ ചോറിൻ്റെ രുചി അനുഭവിച്ചിട്ടില്ല, അത്രയും അടുത്താണ് എന്ന് പറഞ്ഞാലും. അപ്പോൾ അതൊന്ന് അറിയിക്കാം, ഗുരുവായൂർ ചോറിൻ്റെ ആ ഒരു സ്വാദൊന്ന് കിട്ടേം അറിയട്ടെ. എന്നും എന്നെ പ്രാർത്ഥിക്കുന്ന ആളല്ലേ എന്ന് ഗുരുവായൂരപ്പനും വിചാരിച്ചിട്ടുണ്ടാവും. പഴവും പപ്പടവും ഉപ്പേരി വറുത്തതും ഇടിച്ചു പിഴിഞ്ഞ പായസവും ഒക്കെ ഉണ്ട്. നല്ല ചുമടാണ് ഭഗവാന്റെ തലയിൽ. അങ്ങനെ ആ സുധാമാവ് ഭഗവാനെ അങ്ങോട്ട് പോയി കാണുക ചെയ്തേ അല്ലേ. എന്നാൽ ഈ കിട്ടയ്ക്ക് എങ്ങനെയാണ് ഭഗവാൻ സുധാമാവ് ഇങ്ങോട്ട് വന്ന് കണ്ടെങ്കിൽ കിട്ടയെ ഭഗവാൻ അങ്ങോട്ട് പോയി കാണുക ചെയ്യണേ. നല്ല ഭാരവും കൊണ്ട് കിട്ടയുടെ വീടിൻ്റെ അവിടെ ചെന്നു. താങ്ങാൻ വയ്യ ഗുരുവായൂരപ്പന്, നല്ല ഭാരമാണ്. ഈ 8-9 പേർക്കുള്ള ഭക്ഷണവും അതിനനുസരിച്ചുള്ള കറിയും പായസവും എല്ലാം ഉണ്ട് തലയിൽ. ഈ കാവൽക്കാരും ഇവരൊക്കെ നട തുറക്കുന്നതിന് മുമ്പേ ഇവിടെ അമ്പലത്തിലേക്ക് തിരിച്ചെത്തണേ. പുലർച്ചയ്ക്ക് 5:30-6 മണിയുടെ മുമ്പ് 5 മണി ആകുമ്പോഴത്തേനെങ്കിലും ഇങ്ങോട്ട് തിരിച്ചെത്തുകയും വേണം. രാത്രിയാണ്, നല്ല രാത്രിയായിരിക്കണം. അപ്പോൾ പശുക്കുട്ടിയുടെ കരച്ചിൽ കേൾക്കാൻ വേണ്ടിയിട്ട് കിടക്കണം എന്നാണ് നിയമം. ഗുരുവായൂരപ്പനുണ്ടോ ഉറക്കം അല്ലേ. അങ്ങനെ നടന്ന് ക്ഷീണിച്ച് തമ്പുരാൻ പടിക്കലെ കിട്ടയുടെ ചെറ്റമാടത്തിൻ്റെ മുമ്പിൽ എത്തി. അപ്പം വിളിച്ചു, കിട്ടേ എന്ന് വിളിച്ചു. വാതിൽ തുറക്ക് എന്ന് പറഞ്ഞു. ഈ അർദ്ധരാത്രി സമയത്തൊക്കെ ഇപ്പോൾ ആരാ വന്ന് വിളിക്കണേ എന്നൊരു പരിഭ്രാന്തിയായി ഈ കിട്ടയ്ക്ക്. ആരാണാവോ എന്താണാവോ എന്ന് വിചാരിച്ചിട്ട് കിട്ടയ്ക്കാകെ പരിഭ്രമായി. അപ്പോൾ ആരാ എന്താന്നൊക്കെ പരിഭ്രമിച്ച് ചോദിച്ചു. അപ്പോൾ ഇത് ഞാനാണ്, ഗുരുവായൂർ അമ്പലത്തിലെ ശാന്തി നമ്പൂരിയാണ്. ഗുരുവായൂരമ്പലത്തിൽ ശാന്തിക്കാരൻ പറഞ്ഞയച്ചിട്ട് ഒരു ദേഹണ്ണക്കാരനാണ് എന്നാണ് പറഞ്ഞത്. അവിടെ കിട്ടയുടെ വീട്ടിലേക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങൾ തന്നയച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് ചോറും മറ്റുള്ള വിഭവങ്ങളും പായസവും ഒക്കെ ഉണ്ട്. ദേഹണ്ണമൊക്കെ കഴിഞ്ഞപ്പോൾ കുറേ വൈകി, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വൈകിയത് എന്നൊക്കെ പറഞ്ഞു.
അപ്പോൾ ഈ ഒക്കെ പുറത്തുനിന്നാണ്, വാതിൽ തുറക്കണതിൻ്റെ മുമ്പെയാണ് പറയണത്. അപ്പോൾ ഭഗവാനെ ഓർത്ത് ഇപ്പം ഈ കിട്ടയുടെ മനസ്സൊന്ന് സന്തോഷം കൊണ്ട് തുളുമ്പി. ഈ ഭഗവാന്റെ ഉത്സവപ്രസാദം കഴിക്കാൻ എത്രയോ നാളായി. അങ്ങനെ വിചാരിക്കാറുണ്ടോ, ഇത് നമുക്കൊന്നും പറ്റില്ലല്ലോ, ഇതൊക്കെ അങ്ങ് അവിടെ ഉള്ളവർക്കല്ലേ പറ്റുള്ളൂ എന്നെന്നും വിചാരിക്കാറുണ്ട് ഉത്സവകാലത്തൊക്കെ. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവുമെന്ന് ഉറങ്ങാൻ കിടന്നപ്പോൾ പോലും വിചാരിച്ചിട്ടില്ല. ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, പകുതി ഉറക്കത്തിലൊക്കെ ആയിരിക്കും. അപ്പോഴാണ് ഈ ദഹനക്കാരൻ വന്ന് വിളിക്കണതേ. കിട്ട വേഗം ചിമ്മിനി വിളക്കൊക്കെ തപ്പിയെടുത്ത് കൊളുത്തി വാതിൽ തുറന്നു. തലയിൽ വലിയൊരു കൊട്ടയായിട്ട് ഒരാൾ, ഒരു നമ്പൂരി അങ്ങനെ നിൽക്കണു. അപ്പോൾ വേഗം തൊഴുതു. ആ പരിഭ്രമവും ഇതെന്താണെന്ന് വെച്ചാൽ പണ്ട് വരണ്യവർഗത്തിലൊന്നും ഇവരുടെ അടുത്തേക്ക് തന്നെ പോകാൻ പാടില്ല, അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു. അത്രയും 7 അയലത്തെ നിൽക്കാൻ പാടുള്ളൂ എന്നൊക്കെ നിയമം ഉണ്ടായിരുന്നു. അപ്പോൾ ആകെ പരവേശമായി കിട്ടയ്ക്ക് തൊഴുതു. അപ്പം ഈ ദഹനക്കാരൻ പറഞ്ഞു, തൊഴാനൊക്കെ പിന്നെ തൊഴണ്ട, ഇതെൻ്റെ തലേന്ന് ഇറക്കി വയ്ക്കാനെന്ന് സഹായിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തൊട്ടാ അയിത്താവോ എന്നാണ് കിട്ടയ്ക്ക് പേടിയേ. പറയാതെ എങ്ങാനും പിടിച്ച് വെച്ചാൽ അയിത്തായില്ലേ നമ്പൂരി, അതാ വിചാരിച്ചത്. അപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു, ഇതൊന്ന് ഇറക്കി വയ്ക്കാൻ സഹായിക്കൂ കിട്ടയെ എന്ന് പറഞ്ഞു. അപ്പോൾ കിട്ട വേഗം സഹായിച്ചു, എല്ലാം താഴെ ഇറക്കി വെച്ചു കൊട്ട. അത് കഴിഞ്ഞ് ദേഹണ്ണക്കാരൻ പറഞ്ഞു, എനിക്ക് വല്ലാത്ത ദാഹം, ഞാൻ കുറേ നടന്നു, നല്ല ചൂടല്ലേ, എനിക്ക് ഭയങ്കര ദാഹമുണ്ട്, ഒരിളനീരിട്ട് തരുമോ കിട്ടേ എന്ന് ചോദിച്ചു. അത് ചെറിയ തെങ്ങാണ്, അതിനെ കായ അങ്ങനെ പിടിച്ചിട്ടേ ഉള്ളൂ, കായ ഇളനീര് തേങ്ങ മൂത്തിട്ടില്ല, നല്ല ഇളനീർ കുടം അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇളനീര് ഇട്ട് കൊടുക്കാം. എന്താ തരാലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഇളനീര് ഇടാൻ പോയി വെട്ടിയപ്പോൾ ഒരൊറ്റ കൊല, ഒരു കൊല മുഴുവൻ ഇങ്ങ് വീണു കിട്ട വെട്ടിയപ്പോൾ. അപ്പോൾ എന്തിനാ ഇത്രയൊക്കെ, ഒരെണ്ണല്ലേ ഞാൻ ചോദിച്ചുള്ളൂ, ഇനിയിപ്പോൾ ഇട്ട സ്ഥിതിക്ക് അത് ബാക്കിയുള്ളത് ഒരെണ്ണം എനിക്ക് തരൂ, ബാക്കിയുള്ളത് നാളെ ഗുരുവായൂരപ്പൻ്റെ ആറാട്ടിന് കൊടുത്തേച്ചേക്കൂ എന്ന് പറഞ്ഞു. കിട്ടയുടെ ഇളനീര് അവിടെ എത്തിയിട്ടേ ആറാട്ട് ആരംഭിക്കുള്ളൂ എന്നാണ് ആ ദേഹണ്ണക്കാരൻ പറഞ്ഞത്. അങ്ങനെ ഒരു പരിചയവും ഇല്ല കിട്ടയ്ക്ക്, ഈ ആളെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, ഒന്നുമില്ല. അങ്ങനെ എന്നാലും കിട്ടയ്ക്ക് അത്ഭുതമായി. ഈ അപരിചിതനായിട്ടുള്ള ഒരാൾ ഞാൻ ഇട്ട് കൊടുത്ത ഇളനീരും കുടിച്ച് ക്ഷീണവും മാറ്റി കിട്ടയുടെ കുടുംബത്തിനെ അനുഗ്രഹിച്ചു പോയി. കിട്ട പിറ്റേന്ന് തന്നെ ആറാട്ടിന് മുമ്പായുള്ള ഇളനീരഭിഷേകത്തിന് തൻ്റെ ഇളനീര് ഗുരുവായൂർ ക്ഷേത്രം അധികൃതരെ ഏൽപ്പിച്ചു. ഇങ്ങനെയൊക്കെ നടന്നു എന്ന് പറഞ്ഞു. അവർക്ക് എന്താ വെച്ചാൽ അവർക്ക് ചെല്ലാൻ പറ്റുന്ന ആ പരിധിയിൽ ചെന്നിട്ട് ഇവരോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ തമ്പ്രാൻ പടിക്കൽ കിട്ടയുടെ ഇളനീരെത്തിയോ എന്ന് തന്ത്രി നമ്പൂതിരിപ്പാട് വിളിച്ചു ചോദിക്കാറുണ്ടായിരുന്നു അത്രേ, ഇപ്പോഴും ചോദിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ തമ്പ്രാൻ പടിക്കൽ കിട്ടയുടെ ആൾക്കാർ ഇപ്പോഴും അവിടെ തലമുറകൾ ആയിട്ടിങ്ങനെ ഉണ്ട് എന്നാണ് വിശ്വാസം. അവർ ഇപ്പോഴും ഇളനീര് കൊണ്ട് കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്നാലും ഇപ്പോഴും ഈ അന്ന് ഗുരുവായൂരപ്പൻ കൊടുത്തതുപോലെയുള്ള പകർച്ചയൊക്കെ ഇപ്പോഴും ഈ കിട്ടയുടെ ആൾക്കാർക്ക് കിട്ടുന്നുണ്ടോ എന്നറിയില്ല. അവിടെ സകല പ്രാണികൾക്കും ഒരു ജീവി പോലും പട്ടിണി കിടക്കരുത് എന്ന് ഗുരുവായൂരപ്പന് നിർബന്ധമുണ്ട് എന്നൊക്കെ പറയണു. പക്ഷെ കിട്ടയുടെ ആൾക്കാർക്ക് ഈ ചോറ് ഈ ഉത്സവകാലത്ത് പകർച്ച കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. ഇപ്പോഴത്തെ നടപടികൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ലല്ലോ. പണ്ട് ഇത്രയൊന്നും ലഹളകളൊന്നും ഇല്ലാത്ത സമയത്ത് അതൊക്കെ നടന്നിട്ടുണ്ടാവും. ഇന്നും ഈ ഇളനീര് ഭഗവാന് സമർപ്പിക്കുന്നത് വലിയ പ്രധാനമായിട്ടാണ് കാണുന്നത്. ഒരു
തെങ്ങ് കായ്ക്കാൻ തുടങ്ങുമ്പം അതിൻ്റെ ഇളനീര് ഭഗവാന് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് കൊടുക്കണവരുണ്ട്. ആ കൊലയോടെ വെട്ടിയിട്ട് ഇളനീരാകുമ്പോൾ കൊണ്ട് ഭഗവാന് കാഴ്ചവെക്കും. ഭഗവാൻ ദേഹണ്ണക്കാരൻ്റെ രൂപത്തിൽ ചോറും കറിയും ഒക്കെ ആയിട്ട് വന്ന് പോയതിന് ശേഷം മരിക്കുന്നത് വരെ ഈ ഭക്ഷണത്തിന് ക്ലേശിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ നാട്ടിലെ ഒരു എണ്ണപ്പെട്ട വ്യക്തിയായിട്ട് മാറുകയും ചെയ്തു ഈ കിട്ട. അന്ന് ഇതുപോലെ ഈ കിട്ടയുടെ ഇളനീരെത്തിയിട്ട് അവിടെ അഭിഷേകം നടന്നുള്ളൂ. അവിടെ ഭഗവാൻ കാത്തിരിക്കുകയായിരുന്നു കിട്ടയുടെ ഇളനീര് വരാൻ. അങ്ങനെ അവർക്കും ഒരു തന്ത്രിക്കോ ആർക്കെങ്കിലും ഒരു ദർശനം അതുപോലെ ഭഗവാൻ ഒരു ഇത് കൊടുത്തിട്ടുണ്ടാവും, ഒരറിയിപ്പ് കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ അവരവിടെ വെയിറ്റ് ചെയ്തത് കിട്ടയുടെ ഇളനീര്. അതുപോലെ കിട്ട ഇവരോട് പറയുകയും ചെയ്തിട്ടുണ്ട്, കിട്ട ഇളനീര് കൊണ്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അന്ന് മുതൽ ഇന്നും കിട്ടയുടെ ഇളനീര് ആണ് ഭഗവാന്റെ ആറാട്ടുകടവിൽ ഭഗവാന്റെ ആറാട്ടിന് കിട്ടയുടെ ഇളനീര് കൊണ്ടാണ് അഭിഷേകം. അന്ന് മുതൽ ഇന്നും ആദ്യം കിട്ടയുടെ ഇളനീര് അഭിഷേകമാണ് എന്നാണ് പറയുന്നത്. അത്രയും ഭക്തവത്സലനാണ് ഗുരുവായൂരപ്പൻ എന്നാണ് പറയുന്നത്. എന്തായാലും ഗുരുവായൂർ ഉത്സവം നടക്കുന്ന ഈ സമയത്ത് ഇത് പറയാൻ തോന്നിച്ചതും ഗുരുവായൂരപ്പനായിരിക്കും എന്ന് വിചാരിക്കുക. ആത്മാർത്ഥമായിട്ട് ഒരു കളവും മനസ്സിലൊരു കളങ്കവും ഇല്ലാതെ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നവർക്ക് അതുപോലെ തന്നെ ഗുരുവായൂരപ്പൻ പ്രസാദിക്കും എന്നുള്ളതിന് ഒരു സംശയവും ഇല്ല. നമുക്കും പ്രാർത്ഥിക്കാം, ഗുരുവായൂരപ്പ നമുക്കൊരാപത്ത് വരാതെയും സങ്കടങ്ങളുണ്ടാവാതെയും കാത്തോളണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.